സ്റ്റാൻലി സെബാസ്റ്റ്യൻ, ശരിയാണോ, വാസ്തവമാണോ ഈ പറഞ്ഞത്? ഇസ്രയേൽ ഒരു ടാർഗറ്റ് അല്ല എന്നാണ് പറയുന്നത്. അല്ല, അതൊരു ടക്കിയാണ്. അൾട്ടിമേറ്റ് ടാർഗറ്റ് ഇസ്രായേൽ തന്നെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കൂടെയുള്ള ആൾക്കാരെ കൂടി ഒന്ന് ഒതുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇറാൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇറാന്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ഇസ്രായേൽ തന്നെയാണ്. കാരണം പുരാതനമായിട്ട് വിശുദ്ധ രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഒരു കോമൺ അജണ്ട. ഇന്ത്യക്കും ഇസ്രായേലിനുള്ളത് കോമൺ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റും നമ്മുടെ പ്രധാനമന്ത്രിയും കൃത്യമായിട്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്തൊരു ആംബിഗ്വിറ്റി ഒന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അകത്തൊരു അയലോക്കമില്ല. ഇവർ രണ്ടുപേരും നമ്മുടെ അയലോക്കം അല്ലാത്തതുകൊണ്ട് തമ്മിൽ തല്ലി ചാകുന്നതിലും ഭേദം ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നൊരു ഉപദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുപേരും കേൾക്കുന്നില്ല. ഇതിന്റെ ഒരു കാര്യം, ന്യൂക്ലിയർ പവർ അല്ല ഇസ്രായേലെങ്കിൽ ഇസ്രായേലിനെ ഇതിനകം ഇവർ തീർത്തേനെ. പിന്നെ ഇസ്രായേലിൽ എപ്പോഴും ഒരു ജനാധിപത്യ ഭരണകൂടമാണ് അവിടെ ഇസ്രായേലിലുള്ളത്. ഇറാനിൽ വരുന്നത് ഇപ്പോ ഒരു 50 വർഷമായിട്ട് ഏകാധിപത്യ ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരുമായിട്ട് ഒരു നെഗോസിയേഷൻ എന്ന് പറയുന്നതിലോ കരാർ ഒപ്പിടുന്നതിലോ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് ഒപ്പിടുന്ന കടലാസിന്റെ വില പോലും ഇല്ല. പിന്നെ നമ്മൾ ഒരു 10,000 വർഷമായിട്ട് പേർഷ്യ, അതായത് ഇറാന്റെ പഴയ പേരാണ് പേർഷ്യയുമായിട്ട് ഒരു ബന്ധമുണ്ട്. അവിടെ ഈ AD 600 അതായത് 1400 വർഷം മുമ്പ് ജിഹാദ് വന്നപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പാഴ്സികള്, സൗരാഷ്ട്രീയർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടുന്ന് ഇന്ത്യയിലോട്ട് ഓടിപ്പോകുന്നവരുണ്ട്. അപ്പൊ അവിടുത്തെ വംശജരുമായിട്ട് ഒരു ന്യായമായ റിലേഷൻസ് ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു മര്യാദയുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അണുവായുധമൊന്നും വേണ്ട, എന്തെങ്കിലും ചർച്ച ചെയ്ത് എഗ്രിമെന്റ് ആക്കുന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ രണ്ട് രാജ്യവും നശിക്കുന്നതിനോട് ഇന്ത്യക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു താല്പര്യമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലാണ്. കാരണം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കാൻ പാടില്ല. ഇസ്രായേൽ വീണാൽ നമ്മളും കൂടെ വീഴും. അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേൽ വീഴാൻ പാടില്ല. അക്കാര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയം വളരെ കൃത്യമാണ്. ഇനി ഇറാൻ ഇവരുമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് മതപരമായ പ്രശ്നങ്ങളുണ്ട്. ഇറാന് ചുറ്റുമുള്ള അവരുടെ മതങ്ങൾക്കുള്ളിലുള്ള തർക്കങ്ങളുണ്ട്. ഷിയ, സുന്നി എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. ഞാനതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കളം മാറ്റി ചവിട്ടും. അത് പഠിക്കാൻ പോയാൽ നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ പോയിട്ടില്ല. അവർ തമ്മിൽ തല്ലുന്നു, അത് ആസ്വദിക്കുന്നു. പക്ഷെ ഇസ്രായേലിനെ തൊടുന്ന ഒരു സ്റ്റേജ് വരും എന്ന് ബോധ്യമായപ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നീങ്ങിയത്. അതുവരെയുള്ളതൊക്കെ വെറും തമാശായിരുന്നു. ഇപ്പൊ അവർ ഇറാൻ സീരിയസ് ആയിട്ട് അണുവായുധം ഉണ്ടാക്കി അയലോക്കംകാരെ ഭീഷണിപ്പെടുത്തുകയും ഇസ്രായേലിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള 100% കൃത്യത വന്നതിന് ശേഷമാണ് അവർ ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളും പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ നമുക്കെതിരെ അണുവായുധം പ്രയോഗിക്കുന്ന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ആളെ വിട്ട് ആക്രമണം നടത്തി മുണ്ടുപൊക്കി ആൾക്കാരെ കൊന്നു പകൽഗാമില്. അതൊരു റീസൺ ആയിരിക്കെ അതിലും വലിയ അഭ്യാസങ്ങൾക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നുണ്ടെന്നുള്ള ഇതുകൊണ്ടാണ് അവരുടെ അണുവായുധ ശേഖരവും അവരുടെ വ്യോമസേനയെയും നമ്മൾ തകർത്തേണ്ട കാരണം അത് തന്നെയാണ്. ഇപ്പോഴും പലർക്കും അതിലൊക്കെ സംശയമുണ്ട്. ഈ യുദ്ധത്തിന്റെ റിസൾട്ടും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച പോലെ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഇറാനെ തോൽപ്പിച്ചിരിക്കും. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ പകുതിയിലധികം ജനങ്ങൾ വനിതകളാണ്. അവർ 50 വർഷമായിട്ട് ചാക്കുകെട്ടിന്റെ അകത്താണ്. അതിൻ്റെ അകത്ത് ഇസ്രായേൽ ജയിക്കുന്നതോടുകൂടി നമുക്ക് കാണാവുന്ന പർദ്ദയും ഹിജാബും ഒക്കെ കത്തിച്ചോണ്ട് ജനങ്ങൾ സ്ത്രീകൾ തെരുവിലോട്ട് വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ മതി. പർദ്ദയും ഹിജാബും ഒക്കെ കത്തിച്ചോണ്ട് ജനങ്ങൾ ചോയ്സ് ഒന്നും അല്ല, ഇത് ചോയ്സ് അല്ലായിരുന്നു എന്നും പറഞ്ഞ് സ്ത്രീകൾ വരുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൂടെ നമുക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. ഇറാന്റെ അകത്ത് ആഭ്യന്തര വിപ്ലവം ഉണ്ടാവും. അവിടെയുള്ള ഈ കൊമീനിയൻ പാർട്ടിയെ അവിടെ നാട്ടുകാർ തന്നെ ഒരാഴ്ചയ്ക്കോ അടിച്ചോടിക്കും. കാരണം അവർക്ക് 50 വർഷം കൊണ്ട് അവര് 500 വർഷം പുറകോട്ട് പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആഭ്യന്തര കലാപത്തിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ UK താമസിക്കുന്ന ഇറാനികളും അവരും ഈ ഭരണകൂടത്തിന് എതിരെ രംഗത്ത് വരുന്ന ഒരു അവസ്ഥ അതും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു സംഘർഷത്തിൽ ഇറാനിലുള്ളവരും ഇസ്രായേലിനെ പിന്തുണക്കുന്നതായി മനസ്സിലാക്കണം, അല്ലേ? അതെ, ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, അവരുടെ റീഗെയിം ചെയ്യാൻ ഇന്ന് ഈ ഇറാനെ പിന്തുണയ്ക്കുന്നത്, ഓപ്പൺ ആയിട്ട് പിന്തുണയ്ക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷമായ ഇന്ത്യ അലയൻസ് മാത്രമേ ഇന്ന് ഇറാനെ പിന്തുണയ്ക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ആരും ലോകത്ത് ഇറാനെ പിന്തുണയ്ക്കുന്നില്ല. വിവരമുള്ള ഒരുത്തിനും പിന്തുണയ്ക്കുന്നില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷം ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ കൂടെയായിരുന്നു. ഈ ഹമാസിന്റെ യുദ്ധത്തിൽ അവർ ഹമാസിന്റെ കൂടെയായിരുന്നു. ഇപ്രാവശ്യം അവർ ഇറാന്റെ കൂടെയാണ് ചേരുന്നത്. തോക്കുന്നവരുടെ കൂടെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം പോയി ചേരത്തുള്ളൂ.
അതുകൊണ്ട് കൃത്യമായിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്നത് ഇവിടെ MA ബേബിയോ അങ്ങനെ എങ്ങാണ്ട് ആരോ 1-2 പേരുണ്ട്, പിന്നെ വയനാട്ടിൽ നിന്നുള്ള ഒരു MP ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത്. കാരണം ഇത് ആൾക്കാർക്ക് ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. ഇതിൽ എന്താണ് കാര്യമെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും റൈറ്റിംഗ് ഓൺ ദ വാൾ ഈസ് വെരി ക്ലിയർ. അവിടെ ഇറാൻ 2 രീതിയിൽ, ഇപ്പോഴത്തെ ഇറാൻ ഗവൺമെന്റ് 2 രീതിയിൽ തോക്കും. ഒന്ന്, ആഭ്യന്തരമായ സമരത്തിലും തോക്കും, ഇസ്രായേലിനോടുള്ള യുദ്ധത്തിലും തോക്കും. അതിനൊരു ടൈമിങ് മാത്രം, മേ ബി ഒരാഴ്ചയോ 1 മാസമോ, അതല്ലാതെ അതിനൊരു വേറൊരു ഉത്തരവില്ല. ആരും അവരുടെ കൂടെ കൂടാനില്ല. ചൈന പ്രമേയമൊക്കെ പാസ്സാക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ AKG സെന്ററിൽ MA ബേബി പ്രമേയം പാസ്സാക്കുന്ന പോലെ ഉള്ളൂ, കൂടെ ഇറങ്ങത്തൊന്നുമില്ല. പ്രമേയമൊക്കെ പാസ്സാക്കും. അതുകൂട്ട് അതല്ലാണ്ട് വേറെ ആരും കൂടെ ഇറങ്ങാനില്ല. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള നടപടി.